ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ സദ്യ റെസിപ്പിയിലെ അടുത്തൊരു ഐറ്റം ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ കളറ് കാണാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ 2 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടും. അത് പെട്ടെന്ന് തന്നെ വെന്തൊന്ന് ഉടഞ്ഞ് കിട്ടും. ഇനി നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ചട്ടിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് പച്ചടിക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 3/4 ടേബിൾ സ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ ബീട്രൂട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഒന്ന് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീട്രൂട്ട് വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ബീട്രൂട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് ഒന്ന് ഉടഞ്ഞ് വന്നതോളും. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ബീട്രൂട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ബൗളിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് തന്നതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് അവിടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും കൂടുതൽ ചേർക്കുന്നില്ല കേട്ടോ. അതിനുശേഷം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതാ പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായി ഉടച്ചെടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ ഇങ്ങനെ മാറി വരുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും 2 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സദ്യയിലെ ഒരു ഐറ്റം ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരുപാട് സാധനങ്ങളോ അതുപോലെ ഒരുപാട് സമയമൊന്നും വേണ്ട. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നൊരു ബീട്രൂട്ട് പച്ചടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.